അപ്പോൾ ജമീമയിലൂടെ നമുക്ക് ഇന്ത്യക്കാർക്ക് വാനോളം അഭിമാനിക്കാം. അങ്ങനെയുള്ള ഒരു കായിക അടയാളപ്പെടുത്തലാണ് ജമീമ നടത്തിയത്. എന്നോടൊപ്പം സോണൽ കായിക മേഖലയിലെ ഞങ്ങളുടെ റിപ്പോർട്ടറാണ്. സോണൽ, ഈ നോക്കൂ, ആ ബാറ്റുകളിലൂടെ തീത് പോവുകയാണ്. ഒരൊറ്റ വെടിയുണ്ടകളേക്കാൾ തീക്ഷ്ണമായ രീതിയിൽ ജമീമ റോഡ്രിഗസ് എല്ലാ സൈബർ ഹാൻഡിലുകളിലും സോഷ്യൽ മീഡിയ ഹാൻഡിലും ഒക്കെ ജമീമയ്ക്ക് വേണ്ടി ഇങ്ങനെ റീലുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു പ്രകടനം? എങ്ങനെ വിലയിരുത്തുന്നു? നമ്മളെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇന്നലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു രാത്രിയായിരുന്നു. കാരണം വലിയ സ്കോർ ഓസീസിൻ്റെ ഭാഗത്തുനിന്ന് അടിച്ച് കൂട്ടുന്നു. പക്ഷേ നമ്മളെങ്ങനെ അത് മറികടക്കും എന്നുള്ളത് ഒരു ചോദ്യമായിരുന്നു. സ്മൃതിയുണ്ട്, അത് സ്മൃതിക്ക് ശേഷം ആര് എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും കായിക താരങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതിനിതാ ഉത്തരം എത്തിയിരിക്കുന്നു ജമീമ. കാരണം വിശ്വസിച്ച് നമ്മുടെ കോഹ്ലിയൊക്കെ കളിക്കുന്നത് പോലെ കോഹ്ലിയിലൊക്കെ എങ്ങനെ വിശ്വാസം അർപ്പിക്കാം, അതുപോലെ ഇപ്പോൾ അതെ ജമീമയിലും നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് കഴിഞ്ഞ രാത്രി കണ്ട പ്രകടനം. കാരണം 115ാമത്തെ ബോളിൽ സെഞ്ചുറിയിലേക്ക് എത്തുന്ന സമയത്ത് ആഘോഷിക്കുന്നില്ല, കൃത്യമായി തുടർന്നു ആ സ്കോറിലേക്ക് എത്താം. വലിയ സ്കോറാണ് മുന്നിലുള്ളത്. ആ സ്കോറിലേക്ക് എത്താൻ ക്രീസിൽ കൃത്യമായി നിൽക്കുന്നു, സ്റ്റാൻഡ് ചെയ്ത് നിന്ന് ഡിഫെൻഡ് ചെയ്ത് പോരാടുന്നു. അത് തന്നെയാണ് ഒരു ക്വാളിറ്റി. കൃത്യമായിട്ടുള്ള ബോളുകളെ നോക്കി കളിച്ച് തൻ്റെ സ്കോറിലേക്ക് എത്തിച്ച ശേഷം വിജയിച്ച ശേഷമാണ് ആ താരം തൻ്റെ പ്രകടനം പുറത്തെടുക്കുന്നത്. ഏറ്റവും നമുക്ക് മനസ്സ് നിറയ്ക്കുന്ന കാഴ്ച എന്നൊക്കെ പറയാം. കാരണം ഓരോ കായിക ഒപ്പം സഹതാരങ്ങളൊക്കെ ഓടി വരുന്ന സമയത്ത് അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഒരു കാഴ്ചയുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ വലിയ അഭിനന്ദന പ്രവാഹമാണല്ലേ ഈ സ്പോർട്സ് മേഖലയിൽ നിന്ന്, അത് ക്രിക്കറ്റ് ഇതര സ്പോർട്സ് മേഖലയിൽ നിന്ന്. തീർച്ചയായിട്ടും കായിക പ്രേമികളെ സംബന്ധിച്ച് അതുപോലുള്ള കണ്ണ് നിറയുന്ന കാഴ്ചയാണ്. കാരണം അവർ വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, കണ്ണ് നിറയുന്നു. ആഘോഷങ്ങളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുക എന്നൊക്കെ നമ്മൾ പറയാറില്ല. ഏഷ്യ കപ്പിന് ശേഷം അതുപോലൊരു രാത്രി നമ്മൾ ആസ്വദിക്കുന്നത് ഇന്നലെയാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. മാത്രമല്ല സോണൽ, ഒരു കാര്യം, നമ്മുടെ വനിതാ ക്രിക്കറ്റിന് കുറച്ചുകൂടി ജനകീയത വലിയ രീതിയിൽ വരികയാണ്. ഇനിയിപ്പോൾ അങ്ങനെയുള്ള മാച്ചുകൾ ഒരുപാട് ഷെഡ്യൂൾ ചെയ്യപ്പെടണം. അങ്ങനെയൊക്കെ എത്രത്തോളം ഈ മേഖലയ്ക്ക് കൂടി ഒരു കരുത്ത് പകരുകയും ആരാധകരെ സംബന്ധിച്ചോളം വനിതാ ക്രിക്കറ്റ് ഇനിയിപ്പോൾ ജമീമയുടെ ആരാധകരായി വലിയൊരു മേഖല മാറുകയാണ്. തീർച്ചയായിട്ടും ഇന്നലെ കണ്ടൊരു ക്യാപ്ഷൻ ഉണ്ട്, ജമീമയ്ക്ക് 100 ഉമ്മ എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് അങ്ങനെ ക്യാപ്ഷൻസിന്റെ പ്രവാഹമാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ. അപ്പോൾ അത്തരത്തിൽ ജമീമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിക്കറ്റ് ഫാമിലിയാണ്. അച്ഛൻ കോച്ചാണ്, സഹോദരന്മാരൊപ്പം ചെറിയ പ്രായത്തിൽ തന്നെ ജമീമ തൻ്റെ മുറ്റത്ത് കളിച്ചു വന്ന പ്ലെയറാണ്. അങ്ങനെ ഓരോ പടി കൃത്യമായി ചുവടുകൾ വെച്ച് കൃത്യമായി തന്നെ ക്രിക്കറ്റ് ലോകത്തിലേക്ക് എത്തിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥിരത, ഗ്രീസിൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്ത് കളിക്കണം, ഹിറ്റ് ചെയ്യേണ്ട ബൗൾ എങ്ങനെ ഹിറ്റ് ചെയ്യണം, എല്ലാം കൃത്യമായിട്ട് അറിയാം. എവിടെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം മൂന്നാമത്തെ ആളായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഏതൊക്കെ രീതിയിൽ ആ സ്കോറിലേക്ക് എത്താൻ വേണ്ടി ടീമിന് കരുത്താകണം എന്നുള്ളത് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു ആ താരത്തിന്. അത് തന്നെയാണ് നമ്മൾ ഇന്നലെ ആ കളിക്കളത്തിൽ കണ്ടത്. തീർച്ചയായും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ മാതൃഭൂമി ന്യൂസിൻ്റെ 1000 ആശംസകൾ ആരാധകർക്ക് വേണ്ടി അറിയിക്കാം. അങ്ങനെ വല്ലാത്ത നമുക്ക് കൺകുളിർക്കുന്ന കാഴ്ചകളാണ് ജമീമയുടെ ആ ബാറ്റിംഗ് സ്റ്റൈലിലൂടെ നമ്മൾ കണ്ടത്.